ഫുൾ സ്ക്രീൻ ആക്കി ഇതെന്തോ ഇത് എന്തോ ചെയ്യണ്ടേ? കീബോർഡ് മൂവി കൊണ്ടുപോയോ? ഫസ്റ്റ് ലെവലായി. ഇതാണ് വലിയ കാര്യം. ട്രൈ ചെയ്തേട്ടാ, ട്രൈ ഒരു ഗെയിം ആണോ? അതിനകത്ത് വീണാലും ചത്തു ഇല്ല, അതിനകത്ത് കുഴി വീഴരുത്, അത്രേ ഉള്ളൂ. ജോക്കി അതിന്റെ മണ്ട കയറിയാലും ചത്ത് ജോക്കി. എന്തൊരു റിഫ്ലക്സ് ഇല്ലാത്ത ഈകളെ. ഇതെന്താണോ റിഫ്ലക്സ് ഇല്ലാണ്ട് കളിക്കുന്നത്? ഞാനൊക്കെ കാണിച്ചു തരായിരുന്നു. സിമ്പിൾ ചാട്. ഇതൊന്ന് കളിച്ചു നോക്കി, ഇതൊന്ന് കളിച്ചു നോക്കി, ഒന്ന് കളിച്ചു നോക്കി. എടാ ഞാൻ നിങ്ങൾക്ക് കാര്യം പറയട്ടെ, ഇത് സ്ക്രീൻ അതിനനുസരിച്ച് മൂവ് ആവും. കേറിട്ട് ലൈവ് ഇട്ടടാ, അവനെ കണ്ടറിയാതെ. എടാ ഈ ട്രോളാണ്, നമ്മൾ വിചാരിക്കും പോലെ പോകത്തില്ല ഗെയിം. ഗെയിമിന് ഇഷ്ടത്തിന് പോകും. ഇങ്ങോട്ടാ. നെക്സ്റ്റ് ലെവൽ. ഓ ഇത്ര ഉള്ള ഒരു ലെവല് കേറണം നീ. ഓ ഞാൻ വിചാരിച്ചു കയറിയാലും ചാവുന്നു. ഓ അത് പറ. ഇപ്പൊ തീർത്തരാം. എന്താ നീ വിചാരിക്കുന്ന പോലെ പോകത്തില്ല. നോക്കണേ. ഞാൻ 6ാമത്തെ ലെവലായേ. ഒന്നും നടക്കത്തില്ല, തോന്നുന്ന കണക്ക് പോകും. ഇങ്ങനെ തള്ളുന്നുണ്ടോ? നിക്ക് പോലെ. ഇനി പോക്കോ. 2ാമത്തെ വീട്ടിൽ കയറിയേ. ഞാൻ 5 വീട്ടിൽ കയറി നോക്കി ഇപ്പൊ ഇവിടെ. പിന്നെ അതല്ല, ഞാൻ മറ്റേ ലെവല് മാറുന്നൊരു സാധനമുണ്ട്. ഇനി അടുത്ത ലെവലിലോട്ട് പോകും. ഞാൻ തീർത്തു കേട്ടോ. നിന്ന് അവിടെ ഇരുന്ന് പലതും ഇറക്കി പൊട്ടിക്കുന്നീ. ഞാൻ കാണിച്ചാലോ. എടാ ഇതൊന്നും വലിയ പാടുള്ള പരിപാടി തന്നെ. സ്ക്രീൻ നോക്ക്. ഇതൊന്നും ഒരു സീനുള്ള കാര്യമല്ല. ഈകൾ എത്രാമത്തിലല്ലടാ? സെക്കൻഡ് സ്റ്റേജ്. അത് ഇങ്ങോട്ട് തന്നെ. എനിക്കിത് ശരദാറിനെ കൊണ്ട് കളിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. എടാ ഇത് കളിച്ച് തീരാറായി ഞാൻ. ഫൈനലി ഇതേ വഴി ഇടിക്കുന്നടാ. എടാ വന്ന് പൊട്ടിക്കാൻ തുടങ്ങിട്ടോ അവിടെ. പറ്റൂല. ഞാൻ ഐഡിയ കളിക്കാം. അത് ചോദിക്കണേ. സൂപ്പർ സിമ്പിൾ ഗെയിം. എന്തൊക്കെയായിരുന്നു സിമ്പിൾ ഗെയിം. ഇത് എന്ത് ചെയ്യാൻ പറ്റും? എടാ ഞാൻ തീരാറായി കേട്ടോ. 2ാമത്തെ സാധനം, 2ാമത്തെ വീട്. പിന്നെ ദേഷ്യം. ഇതെന്താ ഇതൊന്നും ഇല്ലല്ലോ. അതെന്തെളുപ്പം. ഈസി. ഇത് തന്നെ തിരിച്ചൊരു ഓട്ടോ ഓടിയും. കുഴി പോയിരിക്കണം. ഈസി കാര്യം ഉണ്ടാ. നീ അവിടെ തന്നെ ഇല്ല, ഞാനും അവിടെ തന്നെ. ഇത്ര ഒരു വരവ് വന്നു. തേർഡ് സ്റ്റേജിലായി. തള്ളിയിട്ട് കൊണ്ടുപോയി മതിലെ തട്ടിക്കൊണ്ടിട്ട്. ഞാനും തേർഡ് സ്റ്റേജ് ആയി. എന്നല്ല എന്റെ കളിപ്പുള്ളയാണല്ലോ ഞാൻ. പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണ കളി അതൊക്കെ. നമ്മളെ പ്രൊഫഷണൽ ഗെയിമേഴ്സ്. അവിടെ പിടിച്ചൊക്കെ കയറാൻ നോക്കിയോട്ടെ. അത്രേ ഉള്ളൂ. ചാടിക്കോ. ചാടി. കസാൻ പോലും ഇത്രയും പാടില്ലായിരുന്നു. എടാ അവൻ എന്താണ് അപ്പുറത്ത് പോവാത്തെ? അങ്ങനല്ലേ അതിന് മണ്ടയ്ക്ക് ചാടിയിട്ട്. എടാ അവൻ നമ്മുടെ ചന്തി വന്നൊരു പുഷ് തരുമല്ലോ. പുഷിന്റെ ഫോഴ്സിന് നമ്മൾ അപ്പുറത്തോട്ട് പോകണം. മനസ്സിലായി? അങ്ങനെയാ. മേ ബി ആ സാധനം പൊങ്ങുമ്പോ അതിന്റെ മണ്ടയ്ക്ക് കയറിയിട്ടാണ് വരുന്നത്. സൂപ്പർ. അങ്ങനെ വഴിയില്ല. നീ വിചാരിക്കും പോലെ പോകത്തില്ല ഗെയിം. എനിക്ക് അതിന്റെ മണ്ടയ്ക്ക് ചാടി പൊങ്ങത്തില്ല. അതിന്റെ മണ്ടയ്ക്ക് കയറി. അങ്ങനെ വല്ലതും കയറി. ഇത് എന്ത് എളുപ്പമുള്ള ഗെയിമാടാ. എടാ ഇടിച്ചിട്ടടാ.
സിമ്പിൾ. അല്ല പിന്നെ ഇന്ന് പോണോടാ. സിമ്പിൾ. സിമ്പിൾ. അവിടെ വെച്ച് തട്ടിയിടാൻ നോക്കിയുണ്ടോ? PL കുറച്ചായിട്ട് ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഓക്കെ. ചതിച്ചതാ. ഇതെങ്ങനെയാ ഈ ലെവൽ കയറി എന്റെ നോക്കിയോടാ? ചാടണ്ടാ, അവിടെ തന്നെ നിന്നാ കണ്ടാ, അത് കുറച്ച് സ്ഥലമില്ല എവിടെ? ഈ സ്ഥലത്ത് നിൽക്കുക. ഈ റൈറ്റ് സൈഡിൽ തന്നെ സ്ഥലം കണ്ടാ. ഇവിടെ ചാടുന്നതിന് മുമ്പ് അവിടെ നിന്നാ മതി. അവിടെ നിന്ന് അതിന്റെ മുകളിൽ ആ, അത്രേ ഉള്ളൂ. കോട്ടിന്റെ മുകളിൽ കൂടെ വന്നോ? അരി. തോന്നുന്നു. അല്ല കുറച്ചും കൂടെ നിനക്ക് എന്തൊരു ബുദ്ധിയാടാ. അതിന്റെ മുകളിലത്തെ ടോട്ടൽ ടച്ച് ചെയ്തേ. എടാ. അപ്പൊ എനിക്കറിയത്തില്ല, നോക്കണം. ഒരു ബോൾ എടുത്തില്ല. ചേട്ടാ ഞാൻ കാര്യം തിരിച്ചു നടന്നേ. ഇല്ല. അതുമില്ല. ചേട്ടനെ മുകളിൽ എടുക്കാൻ പാടില്ല. അപ്പൊ മുകളിലത്തെ എടുക്കാൻ പാടില്ലെന്ന്. നേരെ ഓടി, നേരെ ഓടി. ഒരെണ്ണം അത് ഇനി അഗീള് നോക്കട്ടെ, ഇവിടെ എന്തായി? തീർന്നില്ലേ ഇത്? ഓ ഓക്കെ. ലാസ്റ്റ് രണ്ടെണ്ണം തൊട്ടാ പൊടിയുന്നതാ. അപ്പൊ ഞാനാണല്ലോ ഈ കൂടെ ഏറ്റവും മുമ്പത്ത്. ഞാൻ ഏറ്റവും മുമ്പിൽ. അല്ലല്ല, ഞാൻ ശരത്തേനെ മുമ്പത്ത് ഞാനാ. നേരത്തെ നമ്മൾ നോക്കിയില്ല അതിന്. അല്ലല്ല, അതൊക്കെ കഴിഞ്ഞ. വല്ല കാര്യം നേരെ എടുക്കാൻ പോയത്. ചേട്ടാ എടുക്കണ്ട, വെള്ളത്തെടുത്ത് തീരും. നേരെ നടന്നു പോയാൽ മതി. ഈകളെ വെള്ളത്തെ എടുക്കാൻ പാടില്ല, നിന്നെ പറ്റിക്കാൻ വെച്ചേക്കും അത്. അവിടെ പോയിട്ട് വന്ന് വീണ്ടും എടുത്തത് മനസ്സിലായ. ഓക്കെ. സൂപ്പർ. ഇൻവിസിബിൾ, ഇൻവിസിബിൾ. എടാ എങ്ങനെയാണ് ആ ഗ്യാപ്പിൽ കൂടെ കറക്റ്റ് ആയിട്ട് താഴോട്ട് പോയത്? അവിടെ എത്തുമ്പോ തന്നെ. അല്ലല്ല, ഇത് മൂന്നിൽ തൊടണം, മൂന്നിൽ തൊട്ടാൽ ഇത് കയറാം. ആണോ? രണ്ടെണ്ണത്തിൽ തൊടുന്നതിന് മുമ്പ് താഴെ വീഴുമല്ലേ? അല്ല, മൂന്നിൽ തൊടണം, മൂന്നിൽ തൊടണം. നീ അവിടെ നിന്നേ, രണ്ടാമത്തിൽ നിന്നിട്ട് ചാട്. ഇന്നലെ തന്നില്ലല്ലോ. നിന്നോ? അടുത്തേൽ നിക്ക്, ഇനി ചാട്. അത് നീങ്ങിപ്പോയടാ പോലെയാടി, അത് നീങ്ങിപ്പോയത്. ഈകളെ ആയി തുറന്നോടെ ഇഷ്ടപ്പെട്ടിട്ടില്ല അത്. അണ ഫാസ്റ്റ് ചെയ്താലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഓടി ഒന്ന് ജമ്പ് ചെയ്ത, ഓടി ഒന്ന് ജമ്പ് ചെയ്ത. നടക്കുന്നു. എടാ ഞാൻ എനിക്കിപ്പോ കാര്യം മനസ്സിലായി. എങ്ങനെയാന്ന് പറയട്ടെ, നിങ്ങളെ കാര്യം ശ്രദ്ധിച്ചോ. നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ കാര്യം. നമുക്ക് ഒരു വട്ടം ചാടിയോടെ നിൽക്കാം, എന്നിട്ട് ഇത് ഇങ്ങനെ നീങ്ങാം. അടുത്തേൽ ചാടി ഞാൻ ഇങ്ങനെ നീങ്ങി. ഇനി ഒരു വട്ടം നീങ്ങാം. ഒരു വട്ടം നീങ്ങായിരുന്നു, ഒരു വട്ടം നീങ്ങായിരുന്നു, ഒരു വട്ടം നീങ്ങായിരുന്നു. മനസ്സിലായ? അവിടെ നിന്ന് ചാടുന്ന പോലെ ആക്കി തിരിച്ചു വാ. ചാടി തിരിച്ചു വാ, തിരിച്ചു വാ, തിരിച്ചു ചാടി തിരിഞ്ഞ് ഇങ്ങോട്ട് വാ. റൈറ്റിലോട്ട് ചാടി ലെഫ്റ്റിലോട്ട് തിരിച്ചു. അതെ, അപ്പോഴേക്കും അത് മൂവ് ആവും. മനസ്സിലായോ? മറ്റേ ട്രാപ്പ് ബെയിറ്റ് ആക്കിക്കോട്ടെ. അങ്ങനെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ചാടാൻ പറ്റൂല. ഇത് ഭയങ്കര ഇതിനൊരു വല്ലാത്തൊരു ഇതിന്റെ സൗണ്ട് ബെയിറ്റിംഗ് ആണ് നമുക്ക്. വന്നില്ലേ? ഇല്ല ഇത് തീർത്ത് എനിക്ക് ഗെയിം തീർക്കണം. അടുത്തോണ്ടായിരുന്നു അടി കിട്ടുമായിരുന്നു. എടാ അങ്ങോട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ ഈ നാട്ടുകാർ കാണുന്ന 1590 ഒക്കെ എടുത്ത് വെച്ചിട്ടേ ഞാൻ സ്ട്രീം ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാ 1590 ഒക്കെ ഡൗൺലോഡ് ചെയ്യണ്ടല്ലോ. ഹൈ ഗ്രാഫിക്സ് ഇട്ടാ കളിക്കുന്നത്, എല്ലാരും കാണണം. ഫുൾ ഗ്രാഫിക്സ് ആണ്. ഫുൾ ഗ്രാഫിക്സ് ആ. എടാ ഞാൻ ഞാൻ കുറെ എന്തായാലും എന്റെ തരത്തിൽ കാണില്ല ശരത്തേനെ. ഞാൻ ഇല്ല ശരത്തേനെ കഴിഞ്ഞാൽ 3, 4, 5, 6ാമത്തെ ഇത് ഒരുമാതിരി കൊണ്ണ ഗെയിമാണടാ ഇത്. ഓ മനസ്സിലായി. ഈകളെ അതിൽ തുടരുത്. ഒന്നും തോണ്ട നമുക്ക് വെറുതെ. ഒന്നും ലാസ്റ്റ് പെട്ടെന്ന് കണ്ണാപ്പി പറഞ്ഞു കൊടുക്കണ്ട. കളിക്കട്ടെ. ചാടണം തോന്നുന്നു അല്ലേ? ചാടണം തോന്നുന്നു. കൊച്ചു പിള്ളേരുടെ ഗെയിം അവിടുന്ന് കൊച്ചു പിള്ളേരുടെ ഗെയിം. ആരാത് പറഞ്ഞേ? അവൻ പറഞ്ഞ ഓടിക്കണമെന്നല്ലേ പറഞ്ഞ കള്ള. അതിനകത്ത് ചന്തിക്ക് ഇടിച്ചിട്ടാ ചന്തി അടിച്ച് ഫ്രണ്ടിലാക്കി.
അവിടെ ഒരു ബ്രേക്ക് അതിൽ തൊടാൻ പാടില്ല. അവിടെ ഒരു ബ്രേക്ക് വേണമായിരുന്നു അളിയാന്ന്. മൂവി എന്നെ കൊന്നടാ. ലാസ്റ്റ് തോന്നുമ്പോ ചാടണ്ട അവിടെ നിങ്ങൾ നിക്ക്. ആരും ഒരു കാര്യം ശ്രദ്ധിച്ചാ, ജോക്ക് വീസി അടിച്ചു പൊട്ടിച്ച് അത് വഴി പോയി. അടിച്ചു പൊട്ടി കീബോർഡിന് സൗണ്ട് കേൾക്കുന്നു. ഞാനിത് തീർത്തിട്ടേന്ന് വരുന്നു. തീർത്തിട്ടുള്ളൂ ബാക്കി. എത്ര ലെവൽ 2 ഏഴാമത്തെ വീടായി. ലെവൽ 2 ഉണ്ട് കേട്ടോ. ഓ, മയില്. ഓട് 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 ഓട്. അമ്പോ. എന്റെ അപ്പോ. ഓട്ടോയിൽ വഴി കാണിക്കുന്ന പോലെ കുറെ ഉണ്ട്. നേരെ കയറിയാ പോരെ. ഏടാ, ഇതൊന്ന് ചാടാ കൊച്ചു പൂച്ചാണ്ടി. അവിടെ നിന്ന് കീബോർഡൊക്കെ ആ പൊട്ടി കുഴിയിൽ പോയി. സൂക്ഷിച്ച് ചാടണം. എന്തോ ഒരു ട്രാപ്പ് ഉണ്ട്. ഒന്നുമില്ല ധൈര്യമായിട്ടാണ് ചാടിക്കുക. ചുമ്മാ ആണെങ്കിൽ പലതും നമ്മളെ പറ്റിച്ച് വീണ്ടും. ഇതാദ്യം കാണും എന്തേലും കാണും. പിയാടി ആ, അത് മനസ്സിലായി മനസ്സിലായി. അവിടെ വെളിയിൽ കേട്ടോ തുടങ്ങിട്ടാ. ഒന്നുമില്ല ധൈര്യമായിട്ട് സ്പേസ് ജമ്പില്ല. ഈ സാധനം പൊങ്ങുവാണ്, മനസ്സിലായ? ഐഡിയ അതിന്റെ വേണം അല്ലാതെ. ദയവ് ചെയ്ത് പറയാതിരിക്കും, ഐഡിയ പറയാതിരിക്കും. ഞാൻ കളിച്ചോളാം. കളിക്കട്ടാ. ഇതെന്താ അടിയിൽ റബ്ബർ ബുഷ് വെച്ചാ? സൂപ്പർമാന്റെ ഷഡ്ഡി കിട്ടുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. മനസ്സിലായി. ബ്രോ ഫുൾ ഗ്രാഫിക്സിൽ എനിക്ക് ആവറേജ് ഇപ്പൊ ഒരു 1300 FPS കണ്ട. സിമ്പിൾ. എടാ ഞാൻ ഒരു പറഞ്ഞേ, ഞാൻ പണ്ട് എന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കൊതുകിന് വരെ ഷെഡ് ഇടിക്കാൻ പറ്റും. ഞാൻ പണ്ടൊരു കൊതുകിനെ ഷെഡ് ഇടിപ്പിച്ചിട്ട് അതിന് പിന്നെ ടോയ്ലറ്റ് ഒന്നും പോകാൻ പറ്റാതെ അത് മരിച്ചു പോവായിരുന്നു. പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ കൊതുകിനെ വരെ ഷെഡ് ഇടിക്കാം. വിളിക്കുന്നുണ്ടോ? ഓ കളിക്കാം. വിളിക്കണേ. പിന്നെ കീബോർഡ് അതെന്താ തന്നെ ചാടിയത്? പുതിയ കീബോർഡ് മേടിച്ചിട്ട് വരാം. വിളിക്കണേ. പുതിയ കീബോർഡ് എടുത്തിട്ടാ വിളിക്കണേ. നമ്മൾ സ്പേസിൽ നിന്ന് വിട്ട അപ്പൊ പോകുന്നത് കണ്ട. ഇത് കണ്ട ജോക്കി ഒരു മിനിറ്റ് സ്പേസിൽ നിന്ന് വിടാൻ പറ്റൂല കണ്ട. തിരിച്ചു ചാട്. ലെഫ്റ്റിലോട്ട് എന്നിട്ട് വീണ്ടും പോ. എന്നിട്ട് അടുത്തതിനകത്ത് സെയിം റിപ്പീറ്റ്. എന്നിട്ട് തിരിച്ചു ചാട്. എന്നിട്ട് സെയിം റിപ്പീറ്റ്. അങ്ങനെ പോയില്ലേ ലെഫ്റ്റ് വെക്കാൻ റൈറ്റിലോട്ട് പോകും. വിളിക്കണോ? വിളിക്കാം. സിമ്പിൾ. ആദ്യം എനിക്ക് മനസ്സിലായി ഡീക്കോട്ടെ. ആദ്യം ലെഫ്റ്റിലത്തെ പൊളിഞ്ഞു പോകും, രണ്ടാമത് റൈറ്റിലത്തെ പൊളിഞ്ഞു പോകും. ഓക്കെ, സെന്ററിലേക്കണം. പൊളിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയെന്നറിയാവോ? അത്രേ ഉള്ളൂ. ഈസി. ഇത് എനിക്ക് ഡീക്കോഡ് 2 സെക്കൻഡ് വേണം. അതെ, എന്തേലും പൊളിയാനുണ്ടല്ലോ. ഇല്ല ഇതൊന്നും പൊളിയാനില്ല. ചിലടത്ത് കൺഫ്യൂസ് ചെയ്യാൻ നമ്മളെ വെച്ചിരിക്കുക. എന്താ പോകാനുണ്ട് ഇവിടെ? ഞാനായിരുന്നു പോകാനുള്ളത്. അല്ല, അതിന്റെ കൂടെ പ്ലാറ്റ്ഫോം പോയായിരുന്നു. പോയായിരുന്നു. അപ്പൊ അതിന് മുമ്പ് ചാടിക്കണം. എന്തൊരു സാധനോടാ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യല്ലേ. നാളെ മറ്റേ ധോണി ക്യാൻഡി ക്രഷ് ഡൗൺലോഡ്സ് കൂടിയതുപോലെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാഷ് തരാനാ വയ്യ. അവർ ഡയറക്റ്റ് കോൺടാക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരമായി പോവേ. പൈസ കൊടുക്കണം. അപ്പൊ ഒരു പട്ടി മേടിക്കത്തില്ല. അതല്ല ഇപ്പൊ സ്ക്രീനിൽ കാണിച്ച പോർഷൻ ഇല്ലേ, അത് പോയി. നമ്മളത് ഊഹത്തിൽ ചാടണം കണ്ട. പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ ചാടുമ്പോ താഴെ വീഴും. ഒരു തന്തയില്ലാത്തവനാണ്. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കാൻ ആൾക്കാര്? അഞ്ചാമത്തെ വെയിറ്റ് എടാ മിണ്ടാ കളിക്കടാ. സിമ്പിൾ ഗെയിം ആണ്. അപ്പൊ അതിന്ന് തിരിച്ച് ഇതീ ചാടിയിട്ട് മുകളിലോട്ട് ചാടണം അല്ലേ? മുകളിലോട്ട് ചാടണം. ഇങ്ങനെ ആലോചിച്ചു വന്നു. തിരിച്ചു ചാടാൻ സമ്മതിക്കുന്നില്ല. അതിൽ നിന്നാ മതി. സത്യം, ഞാൻ എന്തിനാ മറ്റേ ചാടുന്നല്ലേ? ഞാനത് പറഞ്ഞപ്പോ പോലും നിങ്ങൾക്ക് എന്നെ ഒന്ന് തിരുത്തിക്കൂടായിരുന്നോ? അത് മാത്രം മുകളിലായിരുന്നോടാ. എന്തൊരു കഷ്ടം. അവിടെ സ്ട്രൈഫ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ശ്രദ്ധിച്ചോണേ. മിഡ് സ്ട്രൈഫ് ചെയ്യണേ. ലെഫ്റ്റിലോട്ട് സ്ട്രൈഫ് ചെയ്താൽ നോർമലി ചാട്. നോർമലി ചാടില്ല, അതിന്റെ മണ്ടയ്ക്ക് ഇരിക്കും.
നോർമലി ചാടി ഇവിടെ വന്നിട്ട് ചാടി. ആണ് നോർമലി ആരും ചാടിയത്. അത് ചാടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നോർമലി ചാടാൻ ആ, പറ്റും. ശരി, അതാ പറഞ്ഞേ. ശരിയാ. നോർമലി ചാടാൻ പറ്റും നിനക്ക്. അതിൽ തന്നെ ടച്ച് ചെയ്യണമെന്നില്ല. സൂപ്പർ. അവിടെ തട്ടണം. അവിടെ ലാസ്റ്റ് ലാസ്റ്റ് മാത്രമാണ്. മറന്നു പോയെന്നല്ലേ. സത്യം മറന്നു പോകുന്നുണ്ട്. എടാ, ഇത് അല്ല അല്ല മറ്റേതിലാടാ. മറവിനോട് കേട്ടാ. അയ്യോ, മാറില്ലടാ. ഇതിന് നേരെ നടന്നു കയറിയാ മതിയല്ലേ? ഓ പക്ഷെ ലാസ്റ്റത്തിൽ അങ്ങനെ കയറരുത്. ലാസ്റ്റിൽ ചാടി പോകണം, അത്രേ ഉള്ളൂ. ഇതിലും ചാടാ, ഇതിലും ചാടിക്കരുത്. Easy. ഇത്രേ ഉള്ളൂ. ഇത് എന്തൊരു സിമ്പിൾ ആണ് ഇത്. സൂപ്പർ. Okay. ഞാൻ ഇപ്പഴേ എനിക്ക് മനസ്സിലായി, നമ്മൾ കുഴി വീഴണം. അവിടാണ് കണ്ടാ കുഴി വാ. അടുത്തൊരു കുഴി ഉണ്ടോ ഇല്ല കേട്ടോ. അടുത്തതിന് കുഴിയില്ലടാ, അത് തന്നെ അടി പോവാ. കണ്ടോ എന്തോ ഉണ്ടാക്കി വെച്ചോ. ഇത് കുഴിന്ന് വരുവേ. അവിടെ ലെഫ്റ്റോട്ട് ചാടി. അത്രേ ഉള്ളൂ. Just miss. Simple. ഇത് അയ്യോ ടെൻഷനായി പോയെന്ന്. ടെൻഷനായി കളഞ്ഞ്. സൂപ്പർ. എടാ അത് നീങ്ങും നിനക്കറിയാം. കണ്ട ഈ തന്തലത്തിൽ പനങ്ങാതിരുന്നാ കണ്ട അത് അവിടെയാണ്. നീ അവിടെ നേരെ റൈറ്റിലോട്ട് പോയി നോക്ക്. അവിടെ നേരെ റൈറ്റിലോട്ട് അങ്ങ് ചേർന്ന് പോയി നോക്ക്. സിമ്പിൾ. ചാട്, റൈറ്റിലോട്ട് ചാട്. സിമ്പിൾ. കണ്ണാപ്പി വീസി അടിച്ച് പൊട്ടിക്കുന്നുണ്ടോ? ഇവിടെ സൗണ്ട് കേൾക്കാം. എവിടെയായിരുന്നു മറ്റേ സാധനം? ഇവിടെ കണ്ടാണ്. നോർമലി ഈസി. സിമ്പിൾ. എന്ത് ലെവല് പേഷ്യൻസ്. ഇത് കുറച്ച് കൂടുതൽ. എന്ത് റിലാക്സ് ആയിട്ടുള്ള ഗെയിമാണെന്ന് അറിയോ? എനിക്കാണെങ്കിൽ മനസ്സിന് ഭയങ്കര പ്ലഷർ കിട്ടണം. ഞാൻ നിർത്തി എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടണം ഗെയിം കളിക്കുമ്പോ. മെന്റലി ഭയങ്കര ഹാപ്പിനെസ്. സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക്. സന്തോഷം കൊണ്ട് ടെലിപോർട്ട്. താഴെ ടെലിപോർട്ട്. താഴെന്ന് പറഞ്ഞാ അവൻ എവിടെയും കൊണ്ട് ഇടുവാ നമ്മള്. അതങ്ങനെ കൊണ്ടുപോവാ. ഞാൻ കൺട്രോൾ ചെയ്യണതല്ല. സൂപ്പർ. ഇത് കൺട്രോൾ ചെയ്തതാ. അളിയോ അത് കൺട്രോൾ ചെയ്യണോ അളിയോ? അത് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു നീ മുകളിൽ ഫോൺ ആകുമ്പോൾ റൈറ്റിലോട്ട് പ്രസ് ചെയ്ത്. എനിക്കിപ്പോ മനസ്സിലായി അതെങ്ങനെയാന്ന്. നിങ്ങൾക്ക് ആർക്കും ബുദ്ധി വന്നില്ല. ഞാൻ പറയാം, നിങ്ങൾക്ക് ബുദ്ധി വരാത്തൊരു കാര്യമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് വയ്ക്കണേ. കണ്ടാ ഇതാ ഞാൻ പറഞ്ഞത്. ചെയ്യാൻ പറഞ്ഞത്. ഇത് ഇപ്പൊ കൺട്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഈ ഗെയിം ഉണ്ടാക്കിയത് എനിക്ക് പറയാതിരിക്കാൻ വയ്യടാ എനിക്ക്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവളയാ? അവിടെ അപ്പുറത്തോട്ടോ അല്ലേ? കണ്ടാ ഒരു റാസ്കല ഉണ്ടാക്കിയത്. സത്യം. ഇവൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണല്ലോ. ഇവൻ പോയി ചേട്ടൻ മറന്നോ? അത് നിനക്ക് നിക്കൂല. എടാ അവൻ മറന്നു വീണ്ടും മറന്നു. ഇവൻ മറന്നു പോകട്ടോ. ഇപ്പൊ ചാടല്ലേ? എടാ അത് വരുവാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. റൈറ്റിലോട്ടാ വരുന്ന ഓർമ്മയില്ലേ? റൈറ്റിലോട്ട് മൂവ് ചെയ്യും. നീ പിന്നെ എന്തിനു പറയണേ? ഞാൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അത് എനിക്ക് ഡീകോഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഓക്കെ കളിച്ചോ. ഇത് ഒരുപാട് ചിന്തിച്ചിട്ട് ലെഫ്റ്റിലോട്ട് പോയി. ഇത് ഇതിനെ തന്തയില്ലാത്തവനാണോ? അവിടെ നിക്ക് ചാടിക്കോ. ഓക്കെ ഞാൻ വീണ്ടും അവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ എന്തോ വരും. അതെങ്ങനെയാണ് രക്ഷപ്പെട്ടെ? അതെന്താ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്റെ. കറക്റ്റ് എന്ത് രസമായിട്ടാണ് ഞാൻ കളിച്ചെന്ന് അറിയാം. അവിടെ ഇതെന്തോ എനിക്ക് പണി വെച്ചേക്കുവാണേ. ഇതെനിക്ക് എന്തോ പണി വെച്ചേക്കുവാണേ. ഇതെന്തോ പണി വെച്ചേക്കുവാണേ. ചുമ്മാ ബെറ്റ് നോക്ക്, ഒന്ന് ബെറ്റ് നോക്ക്. സൂപ്പർ. ഇത് ലെവൽ അടുത്തെന്താ പണിയുണ്ടേ? അടുത്ത റിപ്പീറ്റ് ആണ്. എന്തോ പണിയുണ്ടേ? ഇവിടെ വരുന്നോടാ ഈ ടെലിപോർട്ട്.
ഓക്കെ എടാ എത്ര ഷോ 2 അതിന് കൊണേ 3 4 5 6 അടുത്തില്ല ഇത് ഭയങ്കര ഈസി ആണോ ആ ഭയങ്കര easy ആ. കേറി കളി. കാര്യം ചെയ്യ്, കസാരയോട് നിന്റെ അച്ഛനെ കൊണ്ട് ഇരുത്ത്, പുള്ളി easy ആയിട്ട് കളിച്ച് relax ആവട്ടെ. കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കണ കണ്ടാറ വിളി കേട്ടാ. 3 നിൽക്കാൻ പറ്റില്ലടാ, അതിന് മുമ്പ് താഴെ വീണ്. അല്ല വീട്ടിൽ റൈറ്റ് സൈഡില് പോയില്ലല്ലോ സാധനം കണ്ടോ? അല്ല അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അനുവിനെ കൊണ്ടുപോകും കണ്ടോ റൈറ്റ് അതല്ലായിരുന്നോ? അല്ലേ റൈറ്റ് അതല്ലടാ, ഇതുകൂടെ കഴിഞ്ഞിട്ടാണ് അത് വരുന്നേ. നീ തന്നെയല്ലേ രണ്ടാമത്തെ റൗണ്ട് എണ്ണി 1 2 3 നേരത്തെ എത്രയായിരുന്നു കണക്ക് ഓർമ്മയുണ്ടോ? 4 5 5 6 ഈ വട്ടം 5ആയിരുന്നു. 6 1 2 3 4 5 6 അങ്ങനെ ബ്രേക്ക് കിട്ടുന്ന ഒരു സാധനം അല്ല. 2 3 4 5 6 അല്ല അവിടെ റെഡി മെഴുകും അവിടെ കൊണ്ടുവിടും ഇല്ലേ? ലെഫ്റ്റോട്ട് കയറിയത് മെഴുകിയാലേ. കൊണ്ടുപോയാ നിന്നെ ഇതെന്തോന്നടേ ഇതെങ്ങനെ പോവും എല്ലാവരും ഒരു പ്രാവശ്യം വീണാലേ മനസ്സിലാകത്തുള്ളൂ. അല്ല ഇത് ഒരു വട്ടം വീഴാതെ ഞാൻ ഇത് ഫിനിഷ് ചെയ്താലോ? ആ ചെയ്ത് നോക്കാം. അല്ലല്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നീ ഒരു അണ്ടി മുമ്പ് ഞാൻ നേരെ ചാടാൻ പോണേ. അയ്യോ അളിയാ, നീ ഒരു അണ്ടി മുമ്പായി പോടാ രഘുലേ. അളിയാ ലൈവിൽ അറിയാതെ നീ അണ്ടി മുമ്പായി പോടാ. അയ്യോ സോറി സോറി. അറിയാതെ പറ്റിപ്പോയതാ രഘുലേ. നന്നായിട്ട് രണ്ടാമത്തെ ചാടി നോക്ക് എടാ ഒന്നാമത്തെ ചാടല് പണി ഞാൻ പറയട്ടെ, ഇതില്ലേ ഇതിവിടെ വരണം, മനസ്സിലായോ? സൂപ്പർ. അത് അതിൽ തന്നെ അതിബുദ്ധി അല്ലായിരുന്നു, അത് ഇവിടെ തന്നെ അതിബുദ്ധിയാമാറില്ലേ? അവൻ നമ്മളെക്കാളും അത് അതിൽ തന്നെയാണ് ചാടുന്നത് കേട്ടാ. കണ്ടാ ഈ പട്ടി പിന്നെയും വരും. മറ്റേ ലെഫ്റ്റ് ആയിരിക്കും ചാണ്ട കേട്ടാ. ഈകളെ ഓർമ്മയുണ്ടല്ലോ എങ്ങനെയൊക്കെ പോയെന്ന്. ഇല്ല റൈറ്റ് ചാണ്ട ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് ആടണ്ടേ? ശരിയാ. ലെഫ്റ്റ് ഇത് റൈറ്റ് ഒരു ലെഫ്റ്റ് അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് പോകണുണ്ടോ? ഇത് ലെഫ്റ്റ് ആണോ? ഇത് ലെഫ്റ്റ് ഇവിടെ നേരെ ചാടാൻ പറ്റില്ല, ഇവിടെ നേരെ ചാടാൻ പറ്റില്ല കേട്ടാ. ആ അതിന് ലെഫ്റ്റ് ആയിരുന്നു അത് ലെഫ്റ്റ് ആയിരുന്നു. അയ്യോ, ഞാൻ തെറ്റിപ്പോയി. എല്ലാം അങ്ങനത്തെ പഠിച്ചിട്ട് ലെഫ്റ്റ് 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 മണിക്കൂട്ടി ആരാണ് മണിക്കൂട്ടി വിശേഷിക്കണം. ലെഫ്റ്റ് നേരെ ചാടിയാ മതിയാ. ആ അത് കടിയാ മതി. ദൈവമേ, അത് അല്ലെങ്കിൽ ഉണ്ടല്ലോ. ആ അല്ലെങ്കിൽ രഘുലേ നീ പറഞ്ഞു എടാ എനിക്ക് എന്റെ ബ്രെയിൻ ഔട്ട് ആയടാ. തല പോയി. ബ്രെയിനിലെ കൂടി എത്ര റണ്ണിൽ ഔട്ട് ആയില്ല തന്തയില്ലാത്തവനെ. ഇനി എങ്ങോട്ടാ? ലെഫ്റ്റ് ലെഫ്റ്റ് ഇനി മറന്നു. ഇത് ലെഫ്റ്റ് 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 100%. ഈശ്വര തൂരി നോന്ന് ഇല്ല. സൂപ്പർ ആക്ടിങ് ബ്രോ. എനിക്ക് സിനിമയിൽ ഒരു അവസരം തരണേ, ഏതെങ്കിലും ഡയറക്ടറിനെ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അഭിനയിക്കാൻ നായകനായിട്ട് ചെറിയ വേഷം. ഭയങ്കര അഭിനയിച്ച പോലെ എനിക്ക് അഭിനയിക്കണം. എന്നെ ഒന്ന് ആരത്തേലും ഒന്ന് അഭിനയം ഒന്ന് റെക്കമെൻഡ് ചെയ്യോ? എന്നെ കഴിവറാവനെ. ആ ഇത് ഈസിയാ. അത് സ്വിച്ച് ആണോ മേളിൽ അല്ലല്ല അത് അതിന്റെ സാമാനം. കണ്ടതിലൊക്കെ പിടിച്ച് നോക്കരുത്. പെട്ടെന്ന് ഓടി ആ സ്വിച്ച് പ്രസ് ചെയ്യണം, മനസ്സിലായോ? പെട്ടെന്ന് ഓടി ചെറുതായി പെട്ടെന്ന് അല്ലെ ചാടി അവിടെ ചാടി ഇത് സാധനം വലുതാക്കണം. അതായത് ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? അവിടെ ചാടി പോണം, അങ്ങനെ ആ ഗ്യാപ്പിലും ചാടണം. വലുതായിക്കൊണ്ടിരിക്കണേ. ഓടിക്കറണം. സാധനം വലുതാവുന്ന പൊന്നോ. അല്ലെ ഇത് ഭയങ്കര സീനാണല്ലോ. എന്തിനിപ്പോ നടന്നേ? ഇതെന്തുവാ? അവിടെ ഇവിടെ ചുട്ടുന്നു. ഇതെന്തോ ഇതില്ലല്ലോ, വേയില്ലല്ലോ. ഇൻവിസിബിൾ ഒക്കെ വരും, ഇൻവിസിബിൾ ഒക്കെ വരും. അത് ഇടയ്ക്ക് ഇൻവിസിബിൾ ഒക്കെ ഉണ്ടാവും, അത് നോക്കരുത്. ഇതെന്താ ഇങ്ങനെ? മേളത്തെ ചാടിയൊക്കെ മേളത്തെ ഉണ്ട് കേട്ടോ. ഇത് സൂപ്പർ, ഇത് കംപ്ലീറ്റ് കളിയാ. ചാടാൻ ഇത് സിമ്പിൾ ഇനി കാണാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോ വീണ്ടും കമ്പി. അല്ലല്ല അങ്ങനല്ല, വലുതാവുന്നത്. തിരിച്ചു വരണം. അങ്ങനെ പ്രസ് ചെയ്ത് തിരിച്ചു.
ഓ പ്രസ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും മേലെ press ചെയ്യണം. മറ്റേ പ്രസ്സിൽ പിന്നെയും പ്രസ് ചെയ്യണം. അങ്ങനല്ല. തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് ആ switch press ലെഫ്റ്റ് ചെയ്യണം. അവിടെ കൊണ്ടോ Left, left. കണ്ടാ? സെറ്റ് അറിയാ, ചെറുതായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നാ ഈഗിളിന്. അല്ല സ്വിച്ച് പ്രസ് ചെയ്യാ, സ്വിച്ച് പ്രസ് എന്തിനപ്പി ഭയങ്കര ലീനായി. ചാടി എടാ, അത് കളി അത് അങ്ങനെ പറ്റൂലടാ. അങ്ങനെ ചാടി ഒരു കുളിര് വന്നെനിക്ക്. അവളെ സ്വട്ടർ എടുത്താലോ. കുളിരൊക്കെ അങ്ങ് പോയി കുളിര് പോയി. സൈഡിൽ കൊടുക്കാൻ പോയി. മനപ്പൂർവ്വം കുണ്ടിലോടി ആടി വന്നു. ഇതൊക്കെ എന്തൊരു ഇതൊക്കെ അവളെയോ എന്തോ ഉണ്ട് ഇതിന് ചത്തില്ല നമ്മള്. ഡെവലപ്പ് എന്തോ അടിച്ചിരുന്നുണ്ടാക്കിയതാണ്. ചത്ത് എടാ എന്ത് ലെവലൊക്കെയാടാ അത്. ഞാൻ കാര്യം പറയട്ടെ, നിനക്ക് മോളിൽ കൂടെ ഓടിക്കൂടെ? അതാ എന്തിനാ അടി പോണേ? കഴിയാറായ നമ്മള് ദേ ഇത് നേരെ ഓടിക്കറാം. സൂപ്പർ. ഞാനൊന്നും പറയണില്ല. നീ ഒന്ന് കളിച്ചോക്കണേ. മാജിക്കോ ഇനി ഉണ്ടാവേ ഇനി ഇല്ലായിരുന്നടാ, നേരെ പോവാനായിരുന്നടാ. അറിയാതെ നമ്മളെ കണ്ടിട്ട് ഞാൻ ഇപ്പോഴേ നമ്മള് ഇത് ചെയ്ത് ഓടിക്കോണേ. ആ ഇത് ഈസിയാടാ, ഇത് ഈസിയതാ. ചാടി പിടിച്ചാ അങ്ങനെ ചാടി ചാടി പിടിച്ചോ നീ. ഇതല്ലേ ടെലിപ്പോർട്ടർ അല്ല കേട്ടോ. ശരി എനിക്ക് ഓർമ്മ ഇത് കിളി പോണ ലെവലാണേ. കിളി പോകുന്ന ലെവല. ഇത് തന്നെ തീർക്കുവാണ് ഞാൻ. ഒറ്റ സെക്കൻഡ്. കംപ്ലീറ്റ് അളിയാ ഏത് പറഞ്ഞത് കിളി അളിയാ ഇത് കണ്ടുപിടിച്ചതായി ഈ ഗെയിം. ഈസി എടാ അത് പോകുന്നതിന് മുന്നേ താഴെ തന്നി. ഓ അങ്ങനെ അറിയാം തോന്നുന്നു. എടാ അതിപ്പോ പോകുന്ന എന്റെ മാമനൊന്നും നിക്കാൻ എന്റെ കുഞ്ഞമ്മ അത്. പാവത്തിനെ അത്ര ഓടിച്ചിട്ട് കൊന്ന്. എടാ നീയൊക്കെ പുഴുത്തു പോകാ. നീയൊക്കെ ഞാൻ നടക്കണം. പിന്നെ രണ്ടുപേരും കൂടാൻ തോന്നുന്നു. തീരും. ഓടിയാൻ ചട്ടൻ. എടാ അതീ കേറാൻ പാടില്ലടാ. ചാടണ്ടായിരുന്നു. ചാടാതെ ഓടി ഇത് ഡിലേ ആയി. ചാടണ്ട രണ്ടുപേരും സ്പീഡാൻ തോന്നുന്നു. സൗണ്ട് ഇത് ആരാ ഈ കളി? ഹ്യൂമൻ ഇത് ക്ഷമ കളയാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കുന്നുണ്ടോ? നമ്മൾ ലാസ്റ്റ് ഭ്രാന്തടുത്ത് ചെയ്യും എന്തെങ്കിലും. അത് എവിടെയാണ് നീ മറ്റേ മോണിറ്ററിൽ വരയിട്ട് കേട്ടോ? അവിടെ എവിടെയാണ്? പൊട്ടോ സിന്ദൂരം എന്തെങ്കിലും എന്തിന് ബുദ്ധിയാണോ നിങ്ങൾക്കൊക്കെ? എന്തിന് ബുദ്ധിയാണോ? ഇത് അനങ്ങും കേട്ടോ. ഞാൻ സത്യമായിട്ട് പൊട്ടെടുക്കാൻ പോയാണ് അവളുടെ. സിന്ദൂരൊക്കെ തേച്ചു കൊടുക്കും. എന്തിന് ബുദ്ധിയാണ് നിനക്ക്? അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൂഞ്ചിയായിട്ട് ഓടി വന്നത് നീ അങ്ങോട്ട് ചടനായിരുന്നു. എടാ അത് പോണ് അണ്ണാ. നമുക്ക് എത്തി കേട്ടോ. അഭിഷേക വെൽക്കന്റെ സ്ട്രീമാടാ മോനെ. ചാടാൻ മറന്നുപോലെ. എന്തിനാ അവിടെ ഒരു ആലോചിക്കുന്നത്? ഇത് നേരെ താട്ടിയാണ്. സത്യം. ഓക്കെ
സോ ഈസി ഗെയിം. ഈസിയാ ഞാൻ കാര്യം പറയട്ടെ, അളിയാ ഡോർ പോയി. ഇപ്പൊ നമ്മള് ഡോറ് കണ്ടോ? ഇത് കണ്ടോ? തന്തയില്ലാത്തവരെ, എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ നീ? ഞാൻ നോക്കുമ്പോഴില്ല. ഈഗിൾ ചത്തു. മനസ്സിലാവില്ലേ കാണാൻ പറ്റുമോ? ആ പറ്റും പറ്റും. എന്തിന് സാധനം ഇത്? 4 ലെവലുള്ള തീർന്നേ. 5 ലെവല്. അളിയാ ഇതെന്ത്? എനിക്ക് മനസ്സിലായി. എനിക്ക് എന്താ മനസ്സിലായി? തിരിച്ചു ചാടാൻ അല്ല പറഞ്ഞല്ലോ തിരിച്ചത്. മണി കത്തിച്ച് എടാ സ്പീഡിൽ പോകും കേട്ടോ, സൂക്ഷിച്ചോണേ. സ്പീഡ് കൂടിയാണേ. ലെവൽ കംപ്ലീറ്റ് ആയിട്ടാ? ഇത് ഓരോ സ്റ്റേജാ. അയ്യോ ഇത് നേരെ ഓടണമായിരിക്കും കേട്ടോ. ചാടി ആരോടാ സാധനം? ചാടി ഇറങ്ങി ഒറ്റ ഓട്ടോ കുട്ടി മുക്കി ചാടുന്നില്ലേ? അപ്പൊ ഇതിലൊരു ആ ഓടി ഓടി. ഇല്ല, അതും തിരിച്ച് അങ്ങനെ തന്നെ മനസ്സിലായ. വേറെന്തോ അളിയാ ഇതെന്താ? എടാ നീ റൈറ്റിലോട്ട് ചാടി, ലെഫ്റ്റോട്ട് ചാടി, ലെഫ്റ്റോട്ട് ചാടി, ലെഫ്റ്റോട്ട് അവിടെ നിൽക്കി. അളിയാ എവിടെ പോയി? അത് ചെറുതാ. ഏറ്റവും ലെഫ്റ്റ് കേട്ടാ. ഏറ്റവും ലെഫ്റ്റ് വരൂല. ഏറ്റവും ലെഫ്റ്റ് വരുന്ന എന്റെ വരെ പോകത്തില്ല. ഇവിടെ വരെ വരില്ല. വരുന്ന അറിയാം കേട്ടോ. ആ ഏറ്റവും ലെഫ്റ്റ്. ആ എല്ലാവരും ഇപ്പൊ പൊങ്ങി വരും കേട്ടോ. എനിക്ക് തോന്നി കൊതം കുത്തിക്കില്ലേ. ഇപ്പൊ ഇതില് ചത്ത്. ഇവിടെ ഇറങ്ങത് ഓർമ്മ എൻഡിൽ വരും നിൽക്കണം. എന്റെ നോക്കിയേ. ഞാൻ അറിഞ്ഞിട്ടും ചാടി. നീ കളിച്ചതല്ലേ? എങ്ങനെയാണ് ഇത് കറക്റ്റ് പറ്റണേ? തിരിച്ച് തിരിച്ചു വരാൻ പറ്റില്ല. അതിനും എന്നൊക്കെ വന്നാണോ? അപ്പൊ ജസ്റ്റിന് പോയേ. ജസ്റ്റിനാണ് ഭ്രാന്തനാ. എടാ എടാ അല്ല, ഞാൻ അവിടെ വരുമെന്ന് അവിടെ വരുമെന്ന് എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് ബ്രെയിൻ ഡിലേ. മൗസ് പോയിന്റ് അവിടെ തന്നെ ഇരിക്കുന്നത്, കറക്റ്റ് സ്ഥലത്തായിരിക്കും. അവിടെ ഞാൻ എന്തോ ചെയ്യണ്ടേ? അവിടെ നിന്ന് അതൊക്കെ പോയി ചാടങ്ങോട്ട്. അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചേ? അത് എന്നോട് പറയണ്ടേ? അതല്ലേ നമ്മൾ പറഞ്ഞേ. എന്തുകൊണ്ട് അടി കൂടെ പോക്കൂടെ? എന്തുകൊണ്ട് നേരെ പോകൂടാ? ഓ അവിടെ ചാടിയത് വഴിയാനേട്ടാ. അധികം ബുദ്ധി ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല, മനസ്സിലായ? ബ്രെയിനുള്ളൊരു കളിച്ച പ്രശ്നമാണ്. അപ്പൊ അതിനകത്ത് ഞാൻ ബ്രെയിനില്ലാത്ത ബുദ്ധിയില്ലാത്ത ഇങ്ങനെ സ്ട്രീം ചെയ്യണം. 10,000 പേര് ഇതും കണ്ടിരിക്കണം. അതിലൊക്കെ ഇതാളിയാ. എടാ ഇത് സൂപ്പർ. ഇപ്പൊ മനസ്സിലായോ? അവിടെ നിന്ന് നേരെ ചാടുക. കണ്ട അളിയാ ചാടി ലെഫ്റ്റ് ചെയ്യണം. മനസ്സിലായോ? മേളി വരുവേ. മണി വെട്ടാൻ ഈകളെ വിടുന്നില്ലല്ലോ അവന്മാര്. വെട്ടി അറിയാൻ വരും കേട്ടോ. ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. ഇവിടെ ഇവിടെ അല്ല പിന്നെ നമ്മളെ ഫിനാലിലേക്ക് കിടക്കാണ്. ടെൻഷനാണ്. എനിക്ക് എന്നെ ടെൻഷൻ ആക്കരുത്. കുറച്ച് പാടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഇങ്ങനെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. എന്താണ് അത് മേളിൽ കയറിപ്പോൻ പറ്റുന്ന സാധനം കേട്ടോ. പെട്ടെന്ന് സാധനം അല്ലത്. നമ്മളെന്തായാലും ഫേക്ക് ചെയ്യുന്ന അളിയാ. മേളിൽ കയറാം. അത് ഒന്നുകൂടെ വരട്ടെ, നമുക്ക് ഒരുമിച്ച് അതിനകത്ത് കയറി പോവാം. ഞാൻ പറഞ്ഞ എനിക്കറിയാം. ആ നേരെ മേളിലുള്ള ഹോളിൽ പോകും. അവിടെ ഒരു സംഭവം കയറി പോയാൽ മതി. ഏത് സൂപ്പർമാൻ തീരാറാവണേ. ഇത് ഈസി അല്ലേ? വല വിട്ടു പോവോ? ഈസി ഒന്നും ഇതോടെ കളി നിർത്തുവാ. എല്ലാം ശരിയായി കേട്ടോ. എങ്ങനെയോ ശരിയായില്ല. ഇൻവിസിബിൾ ആവോ? എടാ പൊലയാടി, ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. ഇത് ലെഫ്റ്റ് പോകാൻ പറ്റത്തില്ല കേട്ടോ. ചേട്ടനാ ടെലിപ്പോർട്ടർ തോന്നില്ലേ? അല്ലേ അളിയാ ലെഫ്റ്റ് സൈഡ് പോയാ സ്വിച്ച് ഒക്കെ എന്തോ പ്രശ്നം. ലെഫ്റ്റിലോട്ട് പോകത്തില്ല. ഇൻവെർട്ടാണോ? ആ റൈറ്റ് ഞെക്കിട്ട് ലെഫ്റ്റ് ഞെക്കിട്ട് ഒരിടത്തോട്ട് ചാടും. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നേരത്തെ ഈ സ്പേസ് അടിച്ച് ചാടി ചാടി പോയല്ലേ, അതേപോലെ ചാടി ചാടി പോയി ആ സ്വിച്ച് പ്രസ് ചെയ്യണം. മനസ്സിലായോ? മേലെ പോ. ബട്ടൺ വന്നടാ അവിടെ. എടാ റൈറ്റില് താഴെ ഒരു ബട്ടൺ വന്നത് കണ്ടില്ലേ?
അത്രയും മോളിൽ പോണ്ട, അത്രയും മോളിൽ പോണ്ട. അടിയിൽ അടിയിൽ അടിയിൽ. ഇറങ്ങി അകത്ത് പോയി. മേളിലെ സ്വിച്ച് മേളിലെ സ്വിച്ച് ഇതിന്റെ മേലുള്ളതാണ് സ്വിച്ച് കേട്ടോ. അടുത്തൊരു മോളിലാണ്, ശ്രദ്ധിച്ചോടെ. മറന്നു പോകും കണ്ടോ, മേലെ കൂടെ പറന്നു പോകും. അത് കുഴപ്പമില്ല, ലേറ്റ് ആയിട്ട് മേലെ തന്നെ വന്നുള്ളത്. ഞാൻ അടിക്കുകയാണ് രഘുലേ. ഇവിടുന്ന് കുറച്ച് മേളിലോട്ട് പോവല്ലേ? മേലോട്ട് വരുന്നു, എന്തായാലും മേലോട്ട് വരുന്നു. അത് ചുമ്മാ ഇതേപോലെ ചാച്ചയിൽ ചെയ്താൽ മതി. സൂപ്പർ സൂപ്പർ ഈസിയാ സെയിം 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 സ്പേസ് നല്ല മേളമാണുള്ള. എടാ ചെറുതായി. പെട്ടെന്ന് സൂപ്പർ ഈസി ഈസി ഈസി. അളിയ സ്ലോ ആയി. ചെറുതാക്കുന്നുണ്ട് തെണ്ടികള്. ചെറുതായിട്ട് ചാടി പെട്ടെന്ന് ഈസി ഈസി. എടാ കൂടുതൽ ചാടല് മുകളിൽ തല കിട്ടും. അയ്യോ ഇത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല. ഈ റീച്ച് ആയത് പറഞ്ഞിട്ടേ വിട്ട് കേട്ടാ സ്പേസ്. ബലൂൺ ബ്ലാസ്റ്റ് ആവുന്ന വിളിക്കുന്നല്ലേ. എടാ ബട്ടണിലാണ് തൊടേണ്ടത്, സൈഡിലല്ല. ഓക്കെ എനിക്കറിയാം, അതിനകത്താണ് കേരളം അത് മൂവ് ചെയ്യും. സൂപ്പർ ഈസി. എന്ത് സ്റ്റേബിൾ സേമേ സേമേ ഈസി. ഡിസ്കോഡ് സൗണ്ട് നേരത്തെ അത് ഇറങ്ങിട്ട് കയറി ലൈവ് ഇറങ്ങിട്ട് കയറി. എനിക്ക് ഇടയ്ക്ക് വരാം. ഇതപ്പുറത്തെത്തിയ എടാ താഴെ പോ. സ്വിച്ച് ഇവിടാണേ, ഇവിടാണേ സ്വിച്ച്. അടിയിൽ അടിയിൽ സൂപ്പർ. അടിയിൽ സ്വിച്ച്. എടാ കൊളയട്ട പട്ടി, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഇതിങ്ങനെ മറ്റേ പട്ടിയുടെ തുടല് വലിക്കുന്ന പോലെ പോകുന്ന ഡയറക്ഷനിൽ ഇങ്ങനെ വലിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഇതിനൊരു പാടുണ്ട്, അത് ഞാൻ പറഞ്ഞ കൂടി പോയി. ഈ സ്വിച്ച് മാറുന്നു തോന്നുന്നു കേട്ടോ. നോക്കട്ടെ. ഇനി അടിയിൽ വരെ അത് സ്വിച്ച് മാറി അടിയിൽ വരെ ചിലപ്പോ നോക്കട്ടെ. കൂടുതൽ പ്രൊഡിക്ട് ചെയ്യലെന്ന് ഇതൊക്കെ എന്താണ് പറഞ്ഞേ. കൂടുതൽ പ്രൊഡിക്ട് ചെയ്യല് എനിക്ക് തോന്നുന്ന കണക്ക് വരും. ഗ്രാവിറ്റി ഗ്രാവിറ്റി ഗ്രാവിറ്റി. പോയി ഇടിക്കാൻ തോന്നട്ടോ. ഓ ഇത് സിക്സ് ആക്ക്. അടിപൊളി. ഇപ്പൊ അടിച്ചോ, ഇപ്പൊ അടിച്ചോ. അടിച്ചോ അടിച്ചോ. തല ഇറങ്ങ. ഓക്കെ അവൻ തേച്ചതാട്ടോ. കളി കളിച്ചോളിയാ അത്. ഇനി അവൻ കളിക്കും കേട്ടാ, ഇനി അവൻ കളിക്കുവേ. ഒന്നും കളിക്കാനില്ല, അതെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞ്. ഓക്കെ 15K votes. Thank you so much. 2.79 bro. Fastest boy. Thank you. ശുഭം ശുഭം. ഗ്രാവിറ്റിയാണ് ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച സാധനമല്ലേ ഗ്രാവിറ്റി? അല്ലേ? അതല്ലേ ഗ്രാവിറ്റി? അറിഞ്ഞെങ്കിൽ നമ്മളെ പറയായിരുന്നല്ലേ. യെസ് ഇങ്ങനെ അറിഞ്ഞൂടാ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചത്. എടാ നീ എങ്ങനെയാ ദുബായിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണേ? എഞ്ചിനീയറാ കൈവച്ച് നിക്കണേ പോവാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നേരെ നടന്നു പോയാൽ മതിയോ? ഓപ്പോസിറ്റ് ടീം നടക്കണം. അപ്പൊ നേരത്തെ മനസ്സിലായില്ലായിരുന്നു. ഇല്ല അത് നിന്നിട്ട് സ്ലൈഡ് അടിച്ച് പോണം. മനസ്സിലായ? ഇല്ല ഓപ്പോസിറ്റ് വന്നില്ല. ലാസ്റ്റ് ലെവൽ വരെ പോയാട്ടോ, പക്ഷെ ആദ്യം മുതൽ പറ്റുന്നില്ലെന്ന്.
ടൈമിംഗ് അല്ലെ അടിയില് നമ്മള് വന്ന പ്ലേസ് ഉണ്ടല്ല എന്താ കേട്ടില്ല. ലെഫ്റ്റിലോട്ട് പോ. ബാബുന്റെ ബുദ്ധി ഇനി ബാബു വേണേ ബാബുന്റെ ലെഫ്റ്റിലോട്ട് പോ. മേലോട്ട് ചാട്. ലെഫ്റ്റിലോട്ട് പോ. എന്നിട്ട് നല്ല ലെഫ്റ്റിലോട്ട് പോ. ലെഫ്റ്റിലോട്ട് തന്നെ പൊക്കോണ്ടിരി. വിടല്ലേ, കൈ വിടല്ലേ. ഇതുവരെ കഴിഞ്ഞില്ല. എനിക്ക് വേറെ കളി കിട്ടി, ഞാൻ ഇപ്പൊ വരാവേ. ഈകളെ ഈഗിൾ ബ്രോ, ഇത് ഗ്രാവിറ്റി മാറ്റാൻ പറ്റത്തില്ലേ? ഈഗിൾ ബ്രോ, ഞാൻ കാര്യം പറയട്ടെ. ഈഗിൾ ബ്രോ കാര്യം പറ, ഗ്രാവിറ്റി മാറ്റാൻ പറ്റത്തില്ലേ? അപ്പൊ റൈറ്റിലോട്ട് തന്നെ പോയി ഗ്രാവിറ്റി മാറ്റിയാ പോരെ, മേലോട്ടാക്കിട്ട്. അതിന് മനസ്സിലല്ല, പറ ചോക്കി. അതെ, നേരിട്ട് വാതിലോട്ട് പൊക്കൂടെ, ഗ്രാവിറ്റി മാറ്റി അങ്ങോട്ട് ഗ്രാവിറ്റി മാറ്റിട്ട് നേരെ വാതിലിൽ കൂടെ പോടാ, ഇപ്പുറത്തോട്ട് പോടാ. ഇനി ഗ്രാവിറ്റി ഇപ്പൊ ഇവിടെ നിന്നോണ്ട് ഗ്രാവിറ്റി മാറ്റി, ഇവിടെ പോയിട്ട് ചാടി ഗ്രാവിറ്റി. അതന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞു. ഇപ്പൊ ഗ്രാവിറ്റി മാറ്റിയേ, ഇപ്പൊ ഗ്രാവിറ്റി മാറ്റിയേ. എന്താ നിങ്ങൾക്ക് എന്തോ പറയുന്നേ? ഒരാളായിട്ട് എല്ലാം കൂടെ പറഞ്ഞു ബ്രെയിൻ എല്ലാം കൂടി ഊരി ഡി പ്രസ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു സ്പേസ്, നെക്സ്റ്റ് ഒരു സ്പേസ്, അങ്ങനെ ഗ്രാവിറ്റി കൺട്രോൾ ചെയ്തിട്ട് ആ ഡോറിൽ പോകണം. എടാ നീ അണ്ടിക്കണ്ണനാണ്. ഞാൻ സ്പേസിൽ ഞെക്കിയ നേരെ മേലോട്ട് ഇങ്ങനല്ല പോവുള്ളൂ. സ്പേസ് അടിക്കുമ്പോ വരൂല അടിയില്. ഇല്ല, അതെന്താ വരാത്തെ? ജോക്കി ഇതാണോ? വരുമല്ലോ, തിരിച്ചടി. എന്ത് വരൂല്ല? ഞാൻ ലൈവ് ആണോ നിന്റെ കാണുന്ന? എങ്ങനെ വരും? ഇപ്പൊ നീ തിരിച്ചില്ല, ഉദ്ദേശിച്ചത്. ഇല്ല, അത് അവിടുന്ന് ചാടി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അങ്ങനെ അവിടെ തന്നെ നിക്കുള്ളൂ. ഓ, മേളിൽ പോകുന്നല്ലേ? അപ്പൊ ആ സ്വിച്ച് അടിയാ, സ്വിച്ചിന് ഒരു ഓപ്ഷൻ. എടാ തീട്ടവേ പോടാ. അളിയാ, നമ്മളൊരു ബാബുസിന്റെ ഒരു ഇത് മറക്കരുത്. ഡി ഏഞ്ഞൊക്കെ ഓടി. ഏനൊക്കെ ഓടി. സൂപ്പർ അളിയാ, സൂപ്പർ. അത്രേ ഉള്ളൂ എന്റെ മോനെ. ജോക്കി കംപ്ലീറ്റ് ചെയ്തു തോന്നുന്നു. ജോക്കി ഇവിടെ സ്പേസ് നോക്കി, ഇതായിട്ട് നോക്കി, അത്രേ ഉള്ളൂ. ഇനി മോള് കയറി. ഞാൻ ഇപ്പൊ ഗ്രാവിറ്റി ഓഫ് ആയില്ലേ, ഇനി ചാടി ചാടി പോവാൻ പറ്റുമോ? ഇല്ല ഇല്ല ജോക്കി, അങ്ങനെ പറ്റൂല ജോക്കി. ഞാൻ ഈ ലെവൽ എത്തിയില്ല, ഞാൻ അങ്ങ് നിർത്തി ഇടയ്ക്ക് വെച്ചിട്ട്. നന്നായി. ഞാൻ ആഹാരം കഴിക്കാൻ പോയി. നല്ല തീരുമാനം. എന്താ കഴിച്ചു? എന്താ കഴിച്ചു? ഞാൻ ഇവിടെ എത്തി. ഇനി എന്ത് ചെയ്യണം? അളിയാ, ഞാൻ പറഞ്ഞ അങ്ങനെ സ്പേസ് പ്രസ് ചെയ്ത് മറ്റേ അടിയിൽ നേരത്തെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് നടന്നേ. ലെഫ്റ്റ്. താഴെ ചാവേ, അതെയാവും. ജോക്കി ഒരു കള്ളനാ ജോക്കി. ജോക്കി ബ്രോ ഞാൻ ക്രാക്ക് ചെയ്യാൻ പോണേ. എത്ര ആയിട്ട്? എന്താ എന്നെ പറഞ്ഞ ഞാൻ പറയാം. എനിക്കൊന്ന് ആ സാധനം വരുന്നതിന് മുമ്പ് ചാണ്ട് വരണം കേട്ടോ. ആ സാധനം വരുന്നതിന് ഓടണം. വരുന്നതിന് മുന്നേ ചാടാൻ പറ്റും, സ്പേസ് കിട്ടും. ചാടി നോക്കാം. എന്തിനാടാ മൈര ഇനി സ്വിച്ച് പ്രസ് ചെയ്യുന്നേ? ജോക്കി അടുത്തത് വരണ്ടേ? ജോക്കി അടുത്ത് അതിൽ പിടിക്കുന്ന ഈകളെ വിട്ടുപോല്. അത്രേ ഉള്ളൂ. ഇതിന് ആവശ്യമില്ലാത്ത ഓരോ എങ്ങനെയൊന്നും പറയല്. കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു കോള് വരും. സിമ്പിൾ ആണ് പിന്നെ. സൂപ്പർ. ഓക്കെ. ഇത് പെട്ടെന്ന് സ്പീഡായിട്ട് പട്ടപ്പട്ട വന്ന് സ്പീഡായിട്ട് പട്ടപ്പട്ട. ഇവിടെ അല്ല സ്പീഡ്, മുകളില് മേളിലെ സ്പീഡ്. ഇതിൽ സ്ലോട്ട് പോയാൽ മതി. ഇതിൽ പതുക്കെ നോക്കി പോയാൽ മതി. സ്പീഡ് പൊക്കോണേ. പോടോ. ഇവൻ കരുന്നേറ്റ് മേടിച്ച് എല്ലാം കൂടെ മിസ്സാവും കേട്ടാ. എടാ ഇനി 2 ലെവലൂടെ. ഇത് ഈസിയാ. ഇപ്പൊ തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയി. ഓക്കെ.
എടാ അതവിടെ വരും. അതവിടെ വരും. സൂപ്പർ. അളിയാ, ഇതൊക്കെ എന്തോ നളിയാ. ഇത് തന്നെ ഓടുവാ ഇപ്പൊ. അത് മറ്റേ ഇത് എസ്കലേറ്റർ പോലെ. സ്ലൈഡ് ചെയ്യുന്ന കേട്ടാ. എസ്കലേറ്റർ ഈ പോലെ. മൂമെന്റ് കണ്ടുപിടിക്കണം കേട്ടാ. ഇതെങ്ങനെ അളിയാ, ആ moment അങ്ങനെ വലിച്ചെടുക്കാം. ആ സ്പീഡിൽ അങ്ങനെയാ പോയി ചാട്. ആ സ്പീഡ് എങ്ങനെ ചാട്. ഏത് ഇതെന്തോ സൗണ്ട്? നോക്കിപ്പോ വരും. ഓ, ചാട് ചാട്, ആ സ്പീഡിൽ പോയി ചാട്. സൂപ്പർ കളി, സൂപ്പർ. നല്ല കളിയാ, നല്ല കളി. കളിയാ നമ്മളെ പറ്റിച്ചളി. നേരത്തെ നമ്മൾ ചാടി. താഴത്തെ mouse പോയി, താഴത്തെ പോയിന്റ് പോയി. mouse പോയി. കറക്റ്റ് ആയിരുന്നു കറക്റ്റ് ആയിരുന്നു. സൂപ്പർ. താഴത്തെ മൗസ് പോയിന്റ് എടുത്ത് മാറ്റണ്ട. പിന്നെ വന്നാലോ. 2 പ്രാവശ്യം ആയത് തന്നെ. സൂപ്പർ. എടാ എന്നെ പോലെ ചാടി. നൈസ് കളി, നൈസ് കളി. ഗ്രാവിറ്റി, ഗ്രാവിറ്റി. ഗ്രാവിറ്റി ഇൻവിസിബിൾ ആയിരിക്കും മറ്റേ. അതന്നെ. സൂപ്പർ. പറന്നു ലെഫ്റ്റ് സൈഡ് പറന്നോണ്ടിരിക്കാൻ ലെഫ്റ്റ് സൈഡിൽ വന്ന് അത് വരൂല. അത് എൻജോയ് ചെയ്ത് പതുക്കെ ഇങ്ങനെ പോകും. ഉടനെ പോകുന്നളിയാ. ചാടിക്കോ. അളിയാ, അത് വന്നില്ലേ? എടാ ലെഫ്റ്റിൽ ലെഫ്റ്റിലെ സമയം തന്നെ റൈറ്റിലല്ലായിരുന്നടാ. അളിയാ, അത് പോയി. അളിയാ, ഇരിക്കണ നമ്മള് മുങ്ങി. നമ്മള് ലെഫ്റ്റിൽ വന്നില്ല. റൈറ്റിൽ പോയാലും ലെഫ്റ്റ് വരുന്നുള്ളടാ. വാസണ വിജ്ഞാൻ ആദ്യത്തെ വണ്ടി. താങ്ക് യു സോ മച്ച്. ഇത് ആരുടെ? മിഡ് സ്ട്രൈഫ് ചെയ്യണം കേട്ടാ. ജസ്റ്റ് ഒന്ന് ചില്ലാ, ആ മിഡ് ലെഫ്റ്റ് കൊടുത്തിട്ടു. മുമ്പേ വേണമായിരുന്നു. മിഡ് ആയിരുന്നു തന്നെ സ്ട്രൈഫ് ചെയ്തായി. അത് വന്നില്ലടാ. പിന്നീട് വന്നില്ലേ? അളിയാ, ടൈമിംഗ് ഉണ്ട്. ചാട് നല്ലോണം ചാടാ. നല്ല പൊങ്ങി ചേർന്ന്. ഇനി മുകളിൽ പോയിട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഇനി എന്താ ദൈവത്തിനറിയാം. അതുകൊണ്ട് ഒരു വലിയ എടാ റൈറ്റിലോട്ട് പോടാ. അളിയാ, ഇപ്പള്ള അളിയാ, മുകളിൽ എന്ത് പോയിട്ട് കളിയാ. അത് മുകളിൽ പോയിട്ട് എടാ ഒന്ന് രഘുലെ നീ ഒന്ന് മിണ്ടാതിരിക്കോടാ കുറച്ചു നേരം. കൊടലോ തോന്നളിയാ. ടെൻഷനാക്കുവാ നീ ടെൻഷനാക്കുവാ. ഇല്ല ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണം. ആ ലെഫ്റ്റ് ഓക്കെ ഓക്കെ സ്റ്റാൻഡ് ചെയ്തേ. ആ ഉടായിപ്പ് പോയി. എനിക്ക് മേളിൽ ചെല്ലുമ്പോ അത് ഉടായിപ്പ് മാറുമായിരിക്കും കേട്ടാ. അവിടെ മാറും തോന്നുന്നു. അത് വന്ന പോലെ. അത് പൊങ്ങിച്ചാർന്ന കേട്ടോ. അയ്യോ ഇത് എന്ത് ആ ട്രാപ്പ് പറഞ്ഞത് കേട്ടാ. ആ തന്നെ ഈകൾ ഇതുപോലെ വേറൊരു സാധനം ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. വേണ്ട ഇതോടെ കേട്ടോ ഈകളെ, ഗ്രാഫിക്സ് ഇല്ലെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ ഗ്രാഫിക്സ് ഉള്ള വേറൊരു സാധനം തപ്പി വെച്ചിട്ടുണ്ട്. തരാം. കണ്ട ഇത് അടങ്ങി നിൽക്കൂല. കണ്ട ഐറ്റം വരും. ഋഷിട്ട് ഇല്ല പോത്തിലത് മേലോട്ട്. ഇല്ല നിൽക്കാൻ പറ്റില്ല. അത് നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. അത് ചുരുങ്ങുമ്പോ ചാടിയാ നിക്കാൻ പറ്റും. ഇതെന്താ ഗെയിം പോയി. സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അത് ചുരുങ്ങുമ്പോ പെട്ടെന്ന് വന്നില്ല. ചുരുങ്ങുമ്പോ പെട്ടെന്ന് ചാടണേ അതില്. എന്ത് ചുരുങ്ങുമ്പോ? ഞാൻ പറഞ്ഞു ഇതല്ല ഇത് റൈറ്റ് ചുരുങ്ങുമ്പോ ചാടണം. ടൈമിങ് അത് തീരാ നേരത്തെ ചാടിയാ കേട്ടോ. അത് തീരാ നേരം നടുക്ക് നിന്നാ അതിന്റെ മറന്നു ഇടയ്ക്കൊന്നും മറന്നു. പിന്നെ തിരിച്ച് ആലോചിച്ചെടുത്താ സത്യം. എടാ പോടാ. അത് വരുന്നില്ല. പറന്നിറങ്ങി. ഞാൻ പറഞ്ഞ അളിയാ, മറ്റാ വെട്ടുന്ന ഒരു സാധനം വരുമല്ല, ആ ടൈം നമ്മൾ ചാടുന്നു. വെട്ടുന്ന സാധനം ഡി അടിച്ച് ഓടിയാ മതി. മനസ്സിലായ? ഇതല്ല ചുരുങ്ങുമ്പോ തീർന്നില്ലല്ലോ പറഞ്ഞ പോലെ. സ്പീഡ് എന്താ പറയാ സംഭവം? സർവയോ ഈസി. ഇനി ഇവിടെ തിരിച്ച് പുറകെ വരില്ല കേട്ടോ. നേരെ ഓടിക്കണ്ട. ചിലപ്പോ പുറകെ ആയിരിക്കും വരുന്നത്. അവര് വെയിറ്റ് ചെയ്ത നമ്മള്
ഇത് രണ്ടാമത്തെ അയ്യാ എ പ്രസ് ചെയ്യണേ, സ്വിച്ച് പ്രസ് ചെയ്യണേ, എ പ്രസ് ചെയ്യണേ. അടിച്ചോണേ. എവിടെ ഓടിയാലും സ്പീഡായിട്ട് ഓടുന്നു. ഒന്നും പ്രസ് ചെയ്യില്ലേ? ഓക്കെ ഈളൊന്നും മിണ്ടില്ല. അടഞ്ഞു ലേറ്റ് ആയി തോന്നട്ടോ കുണ്ടി പോയി. ഇല്ല രണ്ട് വെട്ടായിരുന്നു കുണ്ടിക്ക് ഇപ്പൊ. ഇപ്പളന്ന് പോയി. എടാടാ അടിച്ചോണേ. എങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് ഓടണം. എ അടിച്ച് ഓടണം, എ അടിച്ച്. ഇപ്പൊ ഓടുന്ന പോലെ അത് പ്രസ് ചെയ്തിട്ട് എ അടിച്ച് ഓടണം. മനസ്സിലായോ? ഫേസ് ഒന്നും പ്രസ് ചെയ്യാൻ പാടില്ല ഓടുമ്പോ. ഓക്കെ പറഞ്ഞപ്പോ സ്പേസ് ആണേ. ഓക്കെ എടാ അവിടെ ഉള്ളത് അറിയത്തില്ലേ? എടാ ഞാൻ സത്യമായിട്ടും കീരി നിന്നെ അടിക്കുന്നത് ഞാൻ അവിടെ വണ്ടി എടുത്തോന്ന് അടിക്കുന്നതിനെ തിരുവനന്തപുരത്ത് ഒരു സംശയമില്ല. ഞാൻ പറയട്ടാ, ഞാൻ പ്രസവിച്ചിട്ടേ പ്രസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാതിരുന്നാലേ മതി. മെഴുകിയതാ തോന്നുന്നു. മൂന്ന് വെട്ടായപ്പോ ഇല്ലടാ ഇത് കറക്റ്റ് ഇറങ്ങി ഞാൻ അപ്പുറത്ത്. എനിക്ക് മനസ്സിലായി എനിക്ക് ഒന്ന് പ്രസന്റ് എയും പ്രസന്റ് ഡിയും പ്രസന്റ്. എടാ ഒന്നും പ്രസ് ചെയ്യണ്ട. ഒന്നും പ്രസ് ചെയ്യണ്ട. ഈകളെ വെട്ടോ. അല്ലെ ഒന്നും പ്രസ് ചെയ്യണ്ട. അത് സ്വിച്ച് കൈയെടുക്ക്. എന്നാലേ പ്രസ് ചെയ്താലേ നടക്കുള്ളൂ. ഓടുന്നുണ്ട്. ഇത് എന്തേലും നടക്കൂടാ? ഇത് ഫൈനൽ ബോസിന്റെ അടുത്ത് എത്തി. ഫൈനൽ ബോസ് ഇതെന്ത് അളിയ വെയിറ്റ് ചെറുതാവും തോന്നുന്നു. അവര് ചിലപ്പോ ചാവത്തില്ലായിരിക്കും. ചാടി എന്തായാലും അതാണ് സ്വിച്ച്. റൈറ്റ് സൈഡ്. ചെറുതാവും റെഗുലർ സാധനം. ഒരു സ്വിച്ച് ഒരു ഫേക്ക് ചെയ്തോ. അത് റൈറ്റ് നിക്കണം. റൈറ്റ് പോലെ അങ്ങനെ നിന്നാ മതി. സൂപ്പർ ഈസി. നേരെ ചാടി. അങ്ങോട്ട് അടുത്ത് റൈറ്റ് ചാടാൻ പറ്റൂല അളിയാ. റൈറ്റ് പറ്റൂല. പിന്നെ ചാടുന്നേ. രഘുലെ നീ പയ്യെ സംസാരിക്കേ. എന്റെ അമ്മൂമ്മ ചോദിച്ചില്ല. എനിക്ക് മനസ്സിലായേ. മനസ്സിലായി. ഡിസ്ട്രാക്ട് ചെയ്യാ ജോക്കി. മിണ്ടല്ലേ ജോക്കി, ഡിസ്ട്രാക്ഷനാ ജോക്കി. പാട്ട് ഡിസ്ട്രാക്ഷൻ. മനസ്സിലായി. ഒരു സ്ട്രാറ്റജി പറയാം നോക്കട്ടെ. അടുത്ത് നേരെ മേളില് കാരണം തിരിച്ച്. മനസ്സിലായോ? എടാ കുണ്ണേശ അതിന്റെ മോളിൽ കേറിയിട്ട് ചാട്. ചാട്. എടാ മരം ഒണ്ണേ ഇപ്പുറത്ത് ചാട്. ജോക്കി ടെൻഷൻ ഇപ്പൊ പോകും. അടിച്ചു പൊട്ടിക്കോ ജോക്കി. എല്ലാം പൊട്ടിക്കുന്നു. ഈ ലാസ്റ്റ് കാടി ചാടാൻ പറ്റൂല. അവിടെ നിക്ക്. അത്രേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട്. എടാ അടുത്ത് വരട്ടെടാ. അത് അടുത്ത് വരട്ടത്. എടാ ഗണപതി അമ്പലത്തിൽ തേങ്ങ ഉടക്കുന്ന കണക്ക് ഇങ്ങനെ താഴെ വീടായിരിക്കാവോ? അത് നല്ലൊരു തമാശയല്ലായിരുന്നു. ചിരിക്കാൻ നീരാ ചിരിക്കുന്നു വിചാരിച്ചു. ഒരെണ്ണോടെ ഫൈനൽ ബോസിന് മുമ്പ് ഒരെണ്ണോടെ. ഇത് നേരെ കുരിശാ. നീ തിരിച്ചു മോളോട്ട് പോയാ കൊല്ലിക്കാൻ കൊണ്ടോ കേട്ടോ. എന്റെ നീ എളുപ്പത്തിൽ നിർത്തിട്ട് പോകണടാ. ലെഫ്റ്റോട്ടോ അവിടെ ബെയിറ്റ് ചെയ്ത് ലെഫ്റ്റോട്ടോ. ബെയിറ്റ് ചെയ്ത് ലെഫ്റ്റോട്ടോ. അല്ല പിന്നെ വീണ്ടും ഒരു ബെയിറ്റ് വരുമോ എന്നൊരു ഡൗട്ട്. ലെറ്റ്സ് ഗോ.
എടാ സെയിം കളി ഇല്ല ഇത് സിമ്പിൾ ആയിട്ട് തീർക്കാം. സിമ്പിൾ ആട്ടാ. എത്ര ട്രൈയില് അമ്പലക്കട്ട എന്ത് dodge Let's കളിയാ അത്? fucking go. മൂവി അള്ളിയാ. Left side, left side. തിരിഞ്ഞു നടക്ക്. Wow. ഇത് ഇത് എളുപ്പമാണോ ഇത്? ഇത് ചാവത്തില്ല. ലാസ്റ്റ് എളുപ്പമാക്കി ഇത് എളുപ്പമുണ്ട് കേട്ടോ. എളുപ്പമല്ല ഡെവലപ്പർ നീ അങ്ങനെ ചാടണേ, ചാടണേ, ചാടണേ. റൈറ്റ് മനസ്സിലായി. അവിടെ നിന്നില്ല. ഇതിന്റെ ഡെവലപ്പർ ആരാടാ ഇതിന്റെ? എന്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായി. Right side ചാട്. ഇല്ലടാ അത് ചാടുമ്പോഴാ അത് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതന്നെ ഊമ്പി നമ്മള്. പിടി ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഏതൊക്കെ അങ്ങ് ഓടിക്കും. പുള്ളി നടക്കും, ഏതൊക്കെ അങ്ങ് വെക്കും. Full A press ചെയ്യ്. ആ, അല്ല അങ്ങനെ എന്ത് സംഭവം തോന്നുന്നു. അല്ലെ സ്പേസ് പ്രസ് ചെയ്ത് നോക്ക്. വരുമ്പോ എയറിൽ വരുമ്പോ സ്പേസ് അടിക്കാൻ പ്രസ്. നീ അവിടെ തിരിഞ്ഞു പോയേ. അത് ഓപ്പൺ തിരിഞ്ഞു പോർത്ത് ഡി പ്രസ് ചെയ്ത് അവിടെ ഡി പ്രസ് ചെയ്ത് തിരിയോ. സ്പേസ് കൊടുക്കാവില്ല എയറിൽ. അത് ഓപ്പൺ ആവുന്നുണ്ട് കേട്ടാ. ലെഫ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരണം തോന്നുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇവിടെ തിരിച്ചു തിരിച്ചു. അത് കറക്റ്റായിട്ട് പോയതായിരുന്നു. അല്ലല്ല അങ്ങനെ നേരെ കയറുമല്ല, തിരിയണം. നേരെ തിരിച്ചു പോയിട്ട് വരണം. ലാസ്റ്റ് അതെ അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ പോകണമെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഇല്ലടാ അങ്ങനല്ല, അങ്ങനെ പറ്റൂല. എടാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. വെയിറ്റ് ചെയ്ത് തിരിച്ചു കയറി എന്നിട്ട് റൈറ്റിൽ കൂടെ തന്നെ പോകണം തോന്നുന്നു. വന്ന വഴി തന്നെ തിരിച്ചു വരണം. റൈറ്റ് വഴി വേണ്ട, റൈറ്റ് വന്ന വഴി തിരിച്ചു വേണം. അതാ പറഞ്ഞേ, റൈറ്റ് വഴി തിരിച്ചു വേണം. വന്ന വഴി വേണം. അതന്നെ ഭയങ്കര ബുദ്ധി. തകോ ഓക്കെ ഇല്ല സത്യത്തില്ലേ. ചേട്ടാ സൂപ്പർ ആയിട്ട് ഇവരൊന്നും മൈൻഡ് ചെയ്ത് ഗെയിമിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുക. നല്ല തമാശയായിരുന്നു. രഘുലിനെ ഈ അണ്ണാച്ചി വർത്താനം സ്പീഡ് വേണം. പെട്ടെന്ന് ഒന്നും നോക്കില്ല. ഡിലേ ആക്കല്ലേ. ഇതൊന്നും ബോക്സ് വരും തോന്നുന്നു കേട്ടാ. മോളിൽ കയറി താഴെ ഇറങ്ങാൻ പറ്റില്ലേ? അതെങ്ങനെ പോവളിയാ? അപ്പൊ പോള ചാടാ. തിരിച്ചോട് ലെഫ്റ്റിലോട്ടോട്. ആ ട്രിഗർ ചെയ്ത് ലെഫ്റ്റിലോട്ടോട്. ഫുൾ ലെഫ്റ്റ് ചേട്ടാ. ട്രിഗർ ഇട്ടോ. ലെഫ്റ്റിലോട്ടോ ഫുള്ള് വെക്കും. അപ്പുറത്തെ വഴി വരും. എന്നിട്ട് ഇവിടെ ഒരു വെയിറ്റ് വരാൻ വഴിയുണ്ട്. എന്തെങ്കിലും വരും. അതൊന്ന് ട്രിക്ക് ചെയ്തോ. അത്രേ ഉള്ളൂ. കുണ്ടി മുളത്തി ഓടി. റീലിൽ കണ്ടതാ കളിച്ചു നോക്കിയതിന് ശേഷം വെച്ചിരുന്നായിരുന്നു. പകുതിക്ക് വെച്ച് ഡിസിഷൻ മാറ്റി. ഞാൻ പകുതിക്ക് വെച്ച് മാറ്റി കളഞ്ഞു നോക്കി. മാറ്റി അതാ ഇടയ്ക്ക് വെച്ചൊന്ന് ഡിലേ ആക്കി കളഞ്ഞു. കുണ്ടി അല്ല നീ അത് ട്രിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് അങ്ങ് ഓടിയാ പോയി. എടാ ഇവിടെ നീ ലെഫ്റ്റ് റൈറ്റ് ഓടിയാ മതി. ലെഫ്റ്റ് പോകേണ്ട ആവശ്യം തോന്നുന്നു. ലെഫ്റ്റ് പോയാൽ മറ്റേ ട്രിഗർ ആവത്തുള്ളൂ. എടാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ മണ്ടത്തരം കാണിക്കണേ? ഞാൻ ഒരു കാര്യം കാണിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരം കാണിക്കാതെ തിരിച്ചു പോട്ടാ. ജോക്കി തിരിച്ചെന്തിനാ പോണേ? അതിന്റെ ആവശ്യമില്ല. തിരിച്ചു അത്രേ ഉള്ളൂ. ഫൈനൽ ബോസ് അമ്പോ നേരെ അങ്ങ് പോയാ മതിയോ? പോ തിരിഞ്ഞോട്. അപ്പൊ അവിടെ സാധനം വരും പൊങ്ങിക്കാനായിട്ട്. എനിക്ക് മനസ്സിലായി. അവിടെ നിക്കണേ. ഏത് കളി ഇപ്പൊ വന്നാലും തോന്നുന്നു കേട്ടോ. ഫൈനൽ എന്റെ ദൈവം എന്താണ് കോമഡി. നമ്മള്
അവിടെ താഴെ പോവേ. അവ നീങ്ങുവേ. ആ ഓക്കെ അടിയോ. അമ്പോ ഓക്കെ എന്തൊക്കെ സംഭവിച്ചപ്പോ? ഇത് വിചാരിക്കാൻ പോലും പറ്റില്ല. അതിന് മുന്നേ എന്തൊക്കെയാ നടന്നവിടെ? ഓക്കെ അയാളാ അവിടെ നിക്കണം കേട്ടോ. അവിടെ മൗസ് വെച്ച് തീർന്നാ ഇതെന്ത് ചെവിന്റെ കൂടെ കടിയേക്കുന്ന ഒരാള്. എന്ത് കളി കളിച്ചളിയാ ഈകളെ. ഇതിനൊരു അവസാനം ഇല്ലയോ? ഓക്കെ മൂന്നാമത്തത് മുമ്പനായിരുന്നു കേട്ടാ. ഇതിൽ അങ്ങനെ ഇരിക്കാൻ മൂന്നാമത്തെ അത് അത് നേർച്ചയാണ്. അവിടെ എപ്പോഴും തട്ടണം. അയ്യോ ഞാൻ ഓർത്തില്ല. അതിന്റെ കാര്യം മറന്നു പോയിട്ടാൻ. ഒറ്റ ട്രൈ. ഇതില് ചാവാൻ പാടില്ല. ആ സൂപ്പർ അളിയാ. ഇതില് ചാവാൻ പാടില്ല. ഈസി അളിയാ. ഈസി വന്നില്ലടാ. അളിയാ പെട്ടെന്ന് മറ്റേ ഡി അടിച്ച് പോവാൻ നോക്ക്. പെട്ടെന്ന് ഡി അടിച്ച് പോവാൻ നോക്ക്. ഈസി അവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുക എളുപ്പമാണ്. അവിടെ ഇരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമായിട്ടാ. ഇത് എന്ത് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെ ഒരു ഗെയിം അവർ അത് ടൈമിംഗ് ആണ് കേട്ടോ. കറക്റ്റ് ആ ഒരു ഇൻഡിൽ പോയിട്ട് കറക്റ്റ് ചടണം. ചെറിയൊരു സെക്കൻഡ് പോലും വിട്ടു അവിടെ വിട്ടു. ഓക്കെ ജസ്റ്റ് അത് കട്ട അല്ലാളെയാ ഒരു സെക്കൻഡ് വൈകിയടാ. ഇത് ആരാടാ ഇത് കണ്ടുപിടിച്ചത്? അതില് ചാടണമെന്നല്ലോ. നേർച്ചയുണ്ടോ? എടാ ഞാൻ ആ മേളത്തെ ഗ്യാപ്പ് എപ്പോഴും ആ പേഷ്യൻസ് പോകുമ്പോഴേ ജസ്റ്റ് ഒന്ന് ചില്ലട. പേഷ്യൻസ് ആയിട്ട് കളിക്ക്. എന്നാ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോട്ടെ. ഒരു മിനിറ്റ്. അഡ്മിറ്റ് ആയിട്ട് എവിടുത്തെ പേഷ്യൻസ് ആണ്? ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നവരോ എങ്ങനെയാ പനി വന്നവരോ ഏത് പേഷ്യൻസ് ആണ്? ഞാൻ അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിലോട്ട് പോയിരുന്നില്ലേ? പെട്ടെന്ന് പറ. ഓക്കെ സൂപ്പർ റൈറ്റ് ലെഫ്റ്റ് ചാടി. ചുമ്മാ ചാടി. നമ്മള് ആ സ്വിച്ച് പ്രസ് ആണ് ചാടി. സ്പേസ് അടി. സൂപ്പർ അളിയാ. എവിടെ ഓടുന്ന ആ സ്വിച്ച് പ്രസ് പോയി. ഇത് എവിടെയാണ്? തലവരാന്തായി. കറക്റ്റിന്റെ സെന്ററിൽ പറഞ്ഞേ. ഇത് പറ്റാവും 100% ഉറപ്പാ. അയ്യോ എനിക്ക് പ്രാന്താവണ്. ഹോസ്പിറ്റലിൽ പോയാൽ ശരിക്കും പേഷ്യന്റ് വേണ്ടി വരും. ഇതിനെല്ലാം ഹോസ്പിറ്റലിൽ മെന്റൽ ഹോസ്പിറ്റലാവും പേഷ്യന്റ് ആവും തോന്നുന്നു. ചാടി ഇപ്പഴ ചാടി. ഓടിപ്പോ. ചാടി ഇപ്പഴ ചാടി. ചില്ലായടാ. എന്ത് ടൈം കളിയാത്.
ഓ പെട്ടെന്ന് സ്പേസ് അടിക്കണേ. റൈറ്റ് സൈഡിലോട്ട് പോ. സൂപ്പർ ഗെയിം കളിയാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളടുത്ത് വിരോധം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഈ ഓ മണി കീറിയാനിപ്പോ. അയ്യോ പകുതി പോയി കേട്ടോ, പകുതി പോയി. ഇത് എന്ത് ലെവലാ ഇത്? ലെവൽ ഈസി അല്ലേ, ഈസി. ഇത് നമ്മൾ ഈസി അല്ലേ, ഈസി ഈസി. പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് നടക്കണം. ഞാൻ പറഞ്ഞ ജമ്പ് ചെയ്ത എന്റെ അമ്മോ, ഇത് കളിക്കാനാണ് 1590. അതെ ഞാൻ 1590ലാണ് ഇത് കളിക്കുന്നത്. ഇത് കളിക്കാൻ വേണ്ടിട്ട് ഞാൻ ലോയിന്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ എന്തോ എർത്തിക്ക റൈറ്റ് തന്നെ വരും കേട്ടോ. ബിയാടി ഇനി അതാ സംഭവം. ഇത്രയും കട്ടപ്പെട്ടു. എന്തിനാ റൈറ്റ് ഓടി കളിയാ? എടാ നിങ്ങളല്ലടാ പറഞ്ഞ റൈറ്റ് തന്നെ വരുമെന്ന്. ഡെവലപ്പറിന്റെ ബുദ്ധി വെച്ച് ഞാൻ വിളിച്ച് അങ്ങനെ വരുമെന്ന്. പക്ഷെ ഡെവലപ്പറിന് ഇത്തിരി ബുദ്ധി കൂടുതല. ഈകളെ സ്പീഡിലോട് സ്പേസ് അടിച്ച് ഓടി. മാക്സിമം സ്പീഡിൽ ഓടുന്നേ. ഇത് കിട്ടും. കിട്ടത്തില്ല. കിട്ടി. ഏറ്റില്ലേ, അത് ഏറ്റില്ല. ഫേക്ക് ആയിരുന്നു അത് കംപ്ലീറ്റ്. ഹംബോ തീർന്നു. ഏതാ ലെറ്റ്സ് ഗോ.